തിരികെ ബ്രേക്കിംഗ് ന്യൂസിലേക്ക്. സംസ്ഥാനത്തെ തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ച നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാരിന്റേത് നയപരമായ തീരുമാനം അല്ലേ എന്നും ഹർജിയിൽ മെറിറ്റില്ലെന്നും കോടതി വ്യക്തമാക്കി. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി. വിഷ്ണു, ഇത് വലിയ വിവാദമായതാണ്. 2018 ശേഷം ഇപ്പോഴാണ് കോടതി സംസ്ഥാന സർക്കാർ തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത്. പക്ഷെ പിന്നീട് അതിൽ വിശദീകരണം വന്നതാണ്. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമൊക്കെയാണ് വേതനം വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് പൂർണ്ണമായും തടവുകാർക്കല്ല ഈ വിഹിതം ലഭിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള വിശദീകരണങ്ങളും വന്നതാണ്. ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ ഇടപെടാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണല്ലേ? അതിന് 7 വർഷത്തിന് ശേഷമാണ് തടവുകാരുടെ വേതനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോയത്. അതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ സംസ്ഥാന സർക്കാരിന് കേൾക്കേണ്ടി വന്നു. 620 രൂപയാണ് ഏറ്റവും വലിയ തുകയായി ഉയർത്തിയത്. എന്നാൽ ഇത് ജയിലിലെ തടവുകാർക്ക് അനുകൂലമായ നിലപാട്, ജയിലിലെത്തുന്ന ആളുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നത് തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെയാണ് ഉയർന്നത്. സർക്കാർ പക്ഷേ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. അതോടൊപ്പം തന്നെ ഈ തുക പൂർണ്ണമായും ജയിലിലെ തടവുകാർക്കല്ല ലഭിക്കുന്നത് തുടങ്ങിയ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു. ഇതിനിടയിലാണ് ഈ സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിലേക്ക് വന്നത്. ആ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് കോടതി വ്യക്തമാക്കിയത് സർക്കാരിന്റേത് നയപരമായ തീരുമാനമാണ്. സാധാരണഗതിയിൽ നയപരമായ തീരുമാനങ്ങളിൽ കോടതി ഇടപെടാറില്ല. ഹർജിയിൽ മെറിറ്റില്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് ഈ ഹർജി തള്ളിയത്. അതാണ് തടവുകാരുടെ വേതനം വർദ്ധിപ്പിച്ച നടപടി വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചതാണ്. അതിലിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നു ആ ഹർജി അതിൽ മെറിറ്റില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിലപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.